everyone, welcome back to my YouTube channel. സോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക് വേറെ ഒന്നുമല്ല, മൂൺ ഗോഡസ് കോച്ചർ. പലരും കൗച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറ്റോറെ, അതെന്തോ ഫ്രഞ്ച് വാക്കാന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എനിവേ, നമുക്ക് തെറ്റി പറയണ്ട, മൂൺ ഗോഡസ് എന്ന് മാത്രം പറയാം. സോ മൂൺ ഗോഡസ് പ്രോഡക്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആദ്യമായി മൂൺ ഗോഡസിനെ കാണുന്നത് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ്. ഞാൻ അവരെ ഫോളോ ചെയ്തു, ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പുതിയ പ്രോഡക്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ റീൽസും എല്ലാം കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്രോഡക്ട്സ് എല്ലാം. അപ്പൊ പലരും പറയുന്ന കേട്ടു, നെഗറ്റീവ് കുറെ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു, ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ ഞാൻ കരുതി എന്തായാലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ UK-ലായിരുന്നു. 1 കൊല്ലം മുൻപാണ് ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞ 1 കൊല്ലം വൈകിപ്പോയി റിവ്യൂ പറയാൻ. യെസ്, അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ഈ പ്രോഡക്റ്റ് ആണ്. ടീൽ ബ്ലൂ കളർ ഒരു ചുരിദാറ്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സംശയം, ഇത് ഒരുപാട് നാളെടുത്തിട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ. അവർ ഒരുപാട് സമയം വൈകിക്കുന്നു എന്നുള്ളൊരു നെഗറ്റീവ് റിവ്യൂ ഞാൻ കേട്ടിരുന്നു. അപ്പൊ നമുക്ക് 1 by 1 എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഓരോ നെഗറ്റീവ് റിവ്യൂന്റെയും പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സമയം, എത്ര സമയം എടുക്കുന്നു. അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിന്റെ എസ്റ്റിമേറ്റഡ് ടൈം ഇതിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക അക്ഷരത്തിലില്ല, ചെറിയ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. മിനിമം 57 വർക്കിംഗ് ഡേയ്സ്, മാക്സിമം 70 to 90 വർക്കിംഗ് ഡേയ്സ്. അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് May 25th, 2022. എനിക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഒരു കസിന്റെ കല്യാണ ഫംഗ്ഷന്റെ തലേന്ന് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. ഞാൻ എക്സാക്ട് ഡേറ്റ് ഓർക്കുന്നില്ല, പക്ഷെ September 27th കല്യാണം. എനിക്ക് September 27th പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് 2 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴാണ് കിട്ടിയതായിട്ട് എൻ്റെ ഓർമ്മ. ഫംഗ്ഷന് മുൻപ് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് May 25th ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് September 25th ആയിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. 4 മാസം എടുത്തു ഈ പ്രോഡക്റ്റ് വരാൻ. അപ്പൊ ഇവർ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 70 to 90 വർക്കിംഗ് ഡേയ്സ്. ഇനി മാക്സിമം എടുത്തു കഴിഞ്ഞാലും 90 വർക്കിംഗ് ഡേയ്സ് ആണ്, അതായത് 3 മാസമാണ് അപ്പൊ ഇവർ പറയുന്ന മാക്സിമം എസ്റ്റിമേറ്റഡ് ടൈം. അപ്പൊ നമ്മുടെ 3 മാസം കഴിഞ്ഞ് 4 മാസമായി, പക്ഷെ വർക്കിംഗ് ഡേയ്സ് എന്ന് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഹോളിഡേയ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മാസം എടുക്കുമായിരിക്കാം. അതുകൊണ്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡേറ്റിനെ കുറിച്ചോ ഇവര് പ്രോഡക്റ്റ് വൈകി എത്തിക്കണു എന്ന് പറയുന്നവരോടോ എനിക്ക് ഇവരുടെ ഭാഗത്ത് തെറ്റ് തോന്നുന്നില്ല. കാരണം ഇവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ 4, 5, 6 മാസം മുൻപ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഇവരുടെ ഡെലിവറി ടൈമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത്, ഞാൻ സൈസ് ഓർഡർ ചെയ്തത് മീഡിയം സൈസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നു. എക്സ്ട്രാ സ്മോൾ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എനിക്ക് ഒന്നുകിൽ എക്സ്ട്രാ സ്മോൾ മതി, അല്ലെങ്കിൽ സ്മോൾ മതിയോ. പക്ഷെ ഞാൻ സ്മോൾ, മീഡിയം, ലാർജ് മാത്രമാണെന്ന് കരുതിയിട്ട് ഇത്രയും സമയം എടുത്തിട്ടല്ല എന്തായാലും വരിക. അപ്പൊ മീഡിയം വാങ്ങിയേക്കാം, ഓൾട്ടർ ചെയ്തിട്ടായാലും എങ്ങനെയെങ്കിലും യൂസ് ചെയ്യില്ല. കാരണം ഇത് റിട്ടേൺ അടിച്ച് തിരിച്ച് സൈസ് മാറ്റി വാങ്ങാനുള്ള സമയം എടുക്കുമ്പോഴേക്കും നമ്മുടെ 1 കൊല്ലം കഴിയും. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ മീഡിയം ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ ലാർജ് ആയിരുന്നു. ആ പ്രോഡക്റ്റ് ഞാൻ അതുകൊണ്ട് ഞാനിപ്പോൾ UK-ലാണ്, നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നില്ല. പ്രോഡക്റ്റ് അത്രയും സൈസ് കൂടുതലായതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പൊ സൈസിനെ കുറിച്ച് പറയാനുള്ളത്, എല്ലാവരും സൈസ് ചാർട്ട് നോക്കി വ്യക്തമായിട്ട് വാങ്ങി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്നെ പോലെയുള്ള 2 ആൾക്ക് ഇപ്പൊ കയറാവുന്നതാണ് ഈ മീഡിയം സൈസിൽ. അത് എൻ്റെ ഓർഡർ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആവാം. ഓക്കെ, പിന്നെ അഫോർഡബിൾ ആണ്, ഇവർ പറയുന്നത് പോലെ അഫോർഡബിൾ ആണ്. ഈ പ്രോഡക്റ്റിന് ഇതിൽ കൊടുത്തിരിക്കുന്നത് 590 to 930 റുപ്പീസ് എന്നാണ് ഇവരിങ്ങനെ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇൻവോയ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർ 850 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീഡിയം സൈസ്, ടീൽ ബ്ലൂ കളർ, ഷിപ്പിംഗ് ചാർജ് 70, GST എല്ലാം കൂട്ടി 23, അങ്ങനെ ടോട്ടൽ ഇവർ 966 റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ UK-ന്ന് ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് 10 പൗണ്ടിലും കൂടുതൽ, എനിക്ക് 1000 റുപ്പീസിലും മേലെ വന്നിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചത് 1000 രൂപയ്ക്കൊക്കെ ഇത്രയും നല്ലൊരു ടോപ്പ് കിട്ടൽ റയർ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറയാം. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തു ആയിക്കോട്ടെ, ഇവര് സമയം എടുക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ എനിക്ക് സമയം എടുത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഫംഗ്ഷന്റെ കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷന് തലേ ദിവസം ഇടാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ഇനി ഇതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയാം. ഞാൻ ഈ വീഡിയോ സൈഡിൽ കൊടുത്തേക്കാം. എന്തായാലും പ്രോഡക്റ്റ് കയ്യിലില്ലാത്തത് കൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ പോരാ നേരം അതിന്റെ വീഡിയോ എടുത്തിട്ടാണ് വന്നത്. അപ്പൊ ഇതിൽ വരുന്ന വർക്ക്
ട്യൂബ് ബീഡ്സ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ട്യൂബ് ബീഡ്സ് അല്ലെങ്കിൽ പൈപ്പ് ബീഡ്സ് എന്ന് പറയില്ലേ, അപ്പൊ ആ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഹാൻഡിന്റെ അവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോർഷനിലെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ നെക്കിന്റെ പോർഷനിലും വർക്ക് ഇഷ്ടമായി. പക്ഷെ ഇങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുന്ന വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ലൂസായിട്ടാണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സൈഡിലെല്ലാം അതിന്റെ ത്രെഡ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അത് ആ ചുരിദാറിന്റെ എല്ലാ ഭംഗിയും കളയുന്ന പോലെയായിരുന്നു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വൃത്തിയും ഈ പോർഷനിൽ കാണാനില്ലായിരുന്നു. അതിന്റെ സൈഡിലൊക്കെ ത്രെഡ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇത്രയും സമയം എടുത്ത് ഇവര് തരുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് അത്രയും ക്വാളിറ്റി ഉണ്ടാവും. ഷോളും കൂടെ വരുന്നുണ്ട് അതിന്, പക്ഷെ ബോട്ടം ഇല്ലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ചുരിദാർ എന്ന് വളരെ പ്രതീക്ഷിച്ച് സമയവും കാത്തിരുന്നൊക്കെ കിട്ടിയ ഈ ചുരിദാറിന്റെ വർക്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറയുകയാണെങ്കിൽ നെക്ക് പോർഷന്റെ വർക്ക് നല്ലതായിരുന്നു, ഹാൻഡിന്റെ വർക്ക് നല്ലതായിരുന്നു. പക്ഷെ ഈ ഒരു യോക്ക് പോർഷനിലെ ഇവിടത്തെ വർക്ക് ഇങ്ങനെ ലൂസായിട്ട് ത്രെഡൊക്കെ കാണുന്ന രീതിയിൽ ഒരു ക്വാളിറ്റിയും തോന്നാത്ത, ഒരു ഭംഗിയും ആ വർക്കിന് തോന്നാത്ത രീതിയിലായിരുന്നു. ഒട്ടും ഫിനിഷിങ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി അത് എനിക്ക് കിട്ടിയ പ്രോഡക്ട്സിന്റെ ആവാം, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് കിട്ടുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ പേഴ്സണലി വാങ്ങിയ മൂൺ ഗോഡസിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ എന്താ പറയാ സൈസ് ചാർട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഡേറ്റ്സ് അവർ പറയുന്നത് 4 മാസം എടുത്തു, അതും എനിക്ക് ഓക്കെയാണ്, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ലായിരുന്നു. പക്ഷെ അവരുടെ ഈ വർക്ക് എനിക്ക് തീരെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവര് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ് അറിയിക്കൂ മൂൺ ഗോഡസിൽ നിന്ന്. ഞാൻ ഇപ്പോഴും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് ആ ഡിസൈനും ഒക്കെ കാണാനും എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മൂൺ ഗോഡസിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയതിന്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമന്റ് ആയിട്ട് പറയൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.